നല്ല കാന്താരി മുളകും ചുവന്നുള്ളിയും പുള്ളിയും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ചമ്മന്തി കണ്ടപ്പോൾ തൊട്ടിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ ചേട്ടന് ഇതൊരു കൊള്ളിയും ചമ്മന്തിയും കഴിക്കാന്നുള്ളത്. അപ്പം എന്നാൽ വിചാരിച്ചു നമുക്ക് 4 മണിക്ക് എന്നാൽ കൊള്ളിയും ചമ്മന്തി ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ഇതാ ചേട്ടൻ കൊള്ളിയൊക്കെ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ചില സ്ഥലത്തൊക്കെ കപ്പ മരച്ചീനി എന്നൊക്കെ പറയും, ഞങ്ങളവിടെ കൊള്ളി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതാ കൊള്ളി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട്. അതിന് നമ്മളുടെ കൊള്ളിയുടെ സ്പെഷ്യൽ കത്തിയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. സ്പെഷ്യൽ കത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട കത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വലിയ മൂർച്ചയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കൊള്ളിയുടെ തൊലി ഇതുകൊണ്ട് കളയാനായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കത്തിയാണ്. ലിങ്കൊന്നും ചോദിക്കേണ്ട, ലിങ്കില്ല. അപ്പോൾ ലച്ചു സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ശ്രീകുട്ടൻ ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പോൾ ഏതായാലും മടിയൊന്നും കൂടാണ്ട് ആൾ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിൽ കുറേ കാന്താരി മുളകുകൾ ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ ചേട്ടൻ വെച്ചതും പിന്നെ കുറേയൊക്കെ ചട്ടിയിൽ നമ്മൾ ഈ ഒരു അടുക്കള വേസ്റ്റ് കൊണ്ടുപോയിക്കുമ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ ഉണ്ടായി വന്ന തൈകൾ പറിച്ച് നട്ടിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ ആ ഒരു മുളകൊക്കെ പൊട്ടിച്ച് കൊടുന്ന് തന്നപ്പോൾ ഞാനിതാ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് നല്ല പുള്ളിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇത് ചോറിനല്ല കൊള്ളിയിലേക്കാണ് ബെസ്റ്റ് എന്ന്. അങ്ങനെയാണ് നമ്മൾ 4 മണിക്ക് ചായക്ക് ഈ ഒരു കൊള്ളിയും ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ചമ്മന്തി കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടി നമ്മളിതാ ഉള്ളിയും മുളകും ഉപ്പും ഇട്ടിട്ടാണ് അടിക്കണത്. പുളി അതിൽ കൂടുതലാണെന്ന് പറഞ്ഞു, കാരണം പുളി ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ പേസ്റ്റ് ആക്കാണ്ട് വെറുതെ ഒന്ന് കരകരയെന്ന് മാത്രമാണ് അടിച്ചത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ചമ്മന്തി നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കൂടി മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചപ്പോൾ നമ്മുടെ ചമ്മന്തി ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നല്ല തകൃതിയായ മഴയാണ് കേട്ടോ പെയ്യണത്. അപ്പോൾ നമ്മളിതാ കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് കൊള്ളി കഴിക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ചേട്ടൻ ഒരു ഓട്ടത്തിന് പോയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ചേട്ടനെ കാത്തു നിൽക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തത് കാരണം ഞാനിത് 2 പീസ് എടുത്തിട്ടുണ്ട്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടി ഞാനൊന്ന് കഴിക്കുകയാണ്. പിന്നെ ചേട്ടൻ വന്നിട്ട് ബാക്കിയുള്ളത് തട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല എരിവുള്ള ചമ്മന്തി ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കൊള്ളിക്ക് നല്ല ചൂടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.